പ്രയാഗ്രാജിലെ മഹാകുംഭമേള, അത് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച മഹാകുംഭമേള കഴിഞ്ഞ് ആ കുംഭമേളയുടെ ആവേശം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലും വലിയ രീതിയിൽ അലയടിച്ചു. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെയുള്ള മലയാളികൾ നേരെ ഫ്ലൈറ്റിൽ പ്രയാഗ്രാജിൽ വന്ന് സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടായി. അത് കഴിഞ്ഞ് അധികം വൈകാതെ ഈ കേരളത്തിലും ഒരു കുംഭമേള വരുന്നു. ഇപ്പോൾ കേരളത്തിൽ കുംഭമേള ഉണ്ടോ? കേരളത്തിലെ കുംഭമേള എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. കേരളത്തിൻ്റെ കുംഭമേള, അതായത് കുംഭമേളകൾ പോലെ കുംഭമേളകളിൽ എങ്ങനെയാണോ വിവിധ പരമ്പരകളിലുള്ള സന്യാസിമാർ, സാധുസന്ത് മഹാത്മാക്കൾ, ധാർമ്മിക ആചാര്യന്മാർ, സജ്ജനങ്ങൾ, ഭക്തർ ഒരുമിച്ച് കൂടുന്നത്, അവരൊരുമിച്ച് കൂടി യാഗഹോമങ്ങളും യജ്ഞങ്ങളും ആധ്യാത്മിക സത്സംഗങ്ങളും ആധ്യാത്മിക പാരായണം, ജപം തുടങ്ങിയിട്ടുള്ള സാധനകൾ, സ്നാനം, മഹാത്മാക്കളെ നമസ്കരിച്ച് അനുഗ്രഹം തേടൽ, അതായത് ചരതീർത്ഥങ്ങൾ, സഞ്ചരിക്കുന്ന തീർത്ഥങ്ങൾ, സാധുസന്ത് മഹാത്മാക്കൾ, അചരതീർത്ഥങ്ങൾ, ക്ഷേത്രവും പുണ്യസരസ്സുകളും, ഇതിൻ്റെയൊക്കെ ഒരുമിച്ചുള്ള ഒരു സംഗമം. അതുപോലുള്ളൊരു സംഗമം പൗരാണിക കാലം മുതൽ കേരളത്തിൽ നടന്നിരുന്നു. അപ്പം 4 കുംഭമേളകളുടെ പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ, ഈ 4 കുംഭമേളകളുടെയും ഐതിഹ്യം പാലാഴി മഥന കഥയുമായി ബന്ധപ്പെട്ടാണ്. അമൃതനായിട്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയതും അതിൽ നിന്ന് വന്ന അമൃതിന് വേണ്ടിയിട്ട് ദേവാസുരന്മാർ യുദ്ധം ചെയ്തതുമൊക്കെ ആയിട്ടുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 4 സ്ഥലങ്ങളിലെ കുംഭമേള. അത് കൂടാതെ മാഘമേള, അതായത് മാഘമാസം ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ്. കലണ്ടറിലെ ഏറ്റവും വിശേഷപ്പെട്ട മാസം മാഘമാസമാണ്. ആ മാഘമാസത്തിൽ പ്രയാഗ്രാജിൽ എല്ലാ വർഷവും ഏറ്റവും വിപുലമായിട്ട് മഹാമാഘ മഹോത്സവം നടക്കും. അതിനെ കൽപ്പവാസം എന്നാണ് പറയുക. ബ്രഹ്മദേവൻ്റെ ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലമാണ് മാഘമാസത്തിൻ്റെ ഒരു പുണ്യസരസിൻ്റെ തീരത്ത്, പ്രത്യേകിച്ച് പ്രയാഗ്രാജ് പോലുള്ള തീരത്ത് ഒരു മാസം താമസിച്ച് ആധ്യാത്മിക സാധനകളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ മഹാമാഘം നടന്ന് 12ാമത്തെ വർഷമാണ് അത് പ്രയാഗ്രാജിൽ കുംഭമേളയായിട്ട്, പൂർണ്ണ കുംഭമേളയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ മാഘമാസത്തിൽ ഭാരതത്തിലെ പല തീർത്ഥസ്നാനങ്ങളിലും ഇതുപോലെ പല ഐതിഹ്യങ്ങളനുസരിച്ചിട്ടുള്ള കൂടിച്ചേരലുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 കൂടിച്ചേരലുകൾ ദക്ഷിണ ഭാരതത്തിലുള്ളത്, ഒന്ന് കുംഭകോണത്തും മറ്റൊന്ന് കേരളത്തിലെ തിരുനാവായയിലും ആയിരുന്നു.